ദളപതി ഒരു വികാരമാണ്. തമിഴ്നാടിന്റെ മാത്രമല്ല, തമിഴകത്തിന് തന്നെയും. ആരാധകരുടെ പിന്തുണ ഇത്രയുമുള്ള മറ്റൊരു നടൻ ഇന്ന് ഇന്ത്യയിലില്ല. വിജയ് നായകനാകുന്ന സിനിമ വിജയിക്കുമെന്നല്ല, 100 കോടി കടക്കുമെന്നതിലും ഇന്നാർക്കും സംശയമില്ല. തമിഴകത്ത് ഇതിനു മുമ്പ് MGRന് മാത്രം കൈവരിക്കാനായ സ്വാധീനം 90കളുടെ തുടക്കത്തിൽ നായകനായി എത്തിയ വിജയ്ക്ക് ഇന്നുണ്ട്. അതുകൊണ്ട് ദളപതിയുടെ രാഷ്ട്രീയ പ്രവേശം ഒരു അനിവാര്യതയായിരുന്നു. വിശേഷണങ്ങൾക്കപ്പുറമുള്ള താരപദവി സ്വന്തമാക്കിയ രജനീകാന്തിനും കഥാപാത്രങ്ങൾക്കുമപ്പുറം നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായ ഉലകനായകൻ കമൽഹാസനും അടിപതറിയെടുത്ത് വിജയ്ക്ക് വിജയിക്കുവാൻ മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളും ജാതി രാഷ്ട്രീയത്തിനപ്പുറം ലഭിക്കുന്ന സ്വീകാര്യതയും തുണയാകും. 2 തവണയായി അധികാരത്തിൽ തുടരുന്ന DMK നേരിടുന്ന ജനരോക്ഷവും ജയലളിതയുടെ മരണത്തിനു ശേഷം AIDMK നേതൃത്വത്തിലെ ഐക്യമില്ലായ്മയും വിജയ്ക്ക് അനുകൂലമാകുന്ന ഘടകങ്ങൾ തന്നെയാണ്. തന്റെ ചിത്രത്തിലൂടെ ലഭിച്ച രക്ഷകൻ ഇമേജുമായി കളത്തിലിറങ്ങിയ വിജയ്ക്ക് യുവാക്കളുടെ മാത്രമല്ല, സ്ത്രീകളുടെ ഇടയിലും മറ്റാർക്കുമില്ലാത്ത സ്ഥാനമാണുള്ളത്. അടുത്ത വീട്ടിലെ പയ്യനായോ സഹോദരനായോ വിജയെ തമിഴ്നാട്ടിലെ സ്ത്രീ സമൂഹം കാണുന്നുണ്ട്. മാത്രമല്ല, സജീവമായ രാഷ്ട്രീയ പ്രവർത്തനമില്ലാത്ത യുവാക്കളുടെ സൈലന്റ് മെജോറിറ്റിയെ തനിക്കു പിന്നിൽ അണിനിരത്തുവാനും വിജയ്ക്ക് കഴിഞ്ഞേക്കും. BJPയോടുള്ള ഭിന്നതയും അദ്ദേഹത്തിന്റെ തമിഴ് ദേശീയതയും വോട്ടർമാരെ അടുപ്പിക്കുവാനും സാധ്യതയുണ്ട്. മദ്യവും പണവും നൽകി വോട്ട് പിടിക്കുന്നത് ഒരാചാരം പോലെ കൊണ്ടു നടക്കുന്ന 2 മുന്നണികൾക്കിടയിൽ വിജയ് ലക്ഷ്യമിടുന്നത് പുതിയ വോട്ടർമാരെയാണ്. വിജയ് നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം യുവാക്കളെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. രാഷ്ട്രീയം വേരുറച്ചുപോയ പഴയ തലമുറയെ മാറ്റി ചിന്തിപ്പിക്കുന്നതിനേക്കാൾ തനിക്ക് സ്വാധീനമുള്ള പുതിയ തലമുറയുടെ വോട്ട് ഉറപ്പിക്കുകയാണ് വിജയ്ക്ക് എളുപ്പം. MGRനും ജയലളിതയ്ക്കും താരപരിവേഷം ഒരു അലങ്കാരം മാത്രമായിരുന്നു. സിനിമാ താരങ്ങൾ എന്നതിനു പുറമെ മികച്ച രാഷ്ട്രതന്ത്രജ്ഞർ കൂടിയായിരുന്നു ഇരുവരും. അതുപോലെ തന്നെ നേതൃപാഠവുമുള്ളവരും. സ്ക്രീനിന് പുറത്ത് വിജയും ഇത് തെളിയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയുടെ നിലനിൽപ്പ് ഇതിനെ ആശ്രയിച്ചിരിക്കും. ചലനമില്ലാത്ത വോട്ട് ബാങ്കുകളുള്ള തമിഴ് രാഷ്ട്രീയത്തിൽ ചെറു പാർട്ടികൾ 5% താഴെ വോട്ടുകളെ സാധാരണ നേടാറുള്ളൂ. വിജയകാന്തിന്റെ പാർട്ടിക്ക് പോലും 8% വോട്ടാണ് റെക്കോർഡ്. 70 വർഷമായി മാറി മാറി ഭരിച്ചു വരുന്ന DMKയുടെയും AIDMKയുടെയും മുകളിൽ വിജയ്ക്ക് സ്വാധീനം ചെലുത്തുവാനാകണം. ഭരണത്തിലിരിക്കുന്ന DMKയോട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ താരത്തിന് ഇടഞ്ഞേ പറ്റൂ. അതോടൊപ്പം നിലവിലെ രാഷ്ട്രീയ സ്ഥിതിയിൽ നിന്നൊരു മോചനമായി സ്വയം അദ്ദേഹം തെളിയിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ പണം വാരിയെറിയേണ്ട തമിഴ്നാട് ഇലക്ഷനിൽ പയറ്റാൻ വിജയ്ക്ക് ഫണ്ട് ലഭിക്കുകയുള്ളൂ. നിയമസഭാ ഇലക്ഷനിലൂടെ രാഷ്ട്രീയ ശക്തി കേന്ദ്രമായി മാറാനും അങ്ങനെ 2031 15% വോട്ടുകൾ നേടുവാനുമാണ് ദളപതി ലക്ഷ്യമിടുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. 2 മുന്നണികളോടും തമിഴ് ജനതയ്ക്കുള്ള അപ്രീതി താരത്തിന് തനിക്കനുകൂലമായി വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ തമിഴകത്തിന്റെ മണ്ണിൽ ദളപതിയുടെ വെണ്ണിക്കൊടി പാറുമെന്നതിൽ സംശയമില്ല.